വരുന്ന ഒരു വിവരം. നിറത്തിന്റെ പേരിൽ നേരിട്ട അവഹേളനത്തെ തുടർന്ന് മലപ്പുറത്ത് നവവധു ആത്മഹത്യ ചെയ്തു. കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആണ് മരിച്ചത്. ആത്മഹത്യ മാനസിക പീഡനം മൂലമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വരുന്നു. നിറത്തിന്റെ പേരിൽ വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ചു എന്നാണ് ആരോപണം. പ്രശാന്ത് നിലമ്പൂരിന്റെ. പ്രശാന്ത്, അങ്ങേയറ്റം ഗൗരവമേറിയ ആക്ഷേപമാണ് ഉയരുന്നത്. എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? ഇതിൽ വളരെ സങ്കടകരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. കൊണ്ടോട്ടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കുട്ടി 19 വയസ്സുകാരിയാണ് ഷഹാന മുംതാസ്. ഒരു ഡിഗ്രി വിദ്യാർത്ഥിനിയുമാണ്. വിവാഹം കഴിഞ്ഞ ശേഷം 20 ദിവസം ഭർത്താവുമായി ഒന്നിച്ച് കഴിഞ്ഞു. ഭർത്താവ് അബ്ദുൽ വാഹിദ് മൊറയൂർ സ്വദേശിയാണ്. അയാൾ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. എന്താ പറയുക, മലപ്പുറം കൊണ്ടോട്ടിയിൽ നടന്നൊരു സംഭവമാണ്. ഭയങ്കര വിഷമം തോന്നിക്കുന്നൊരു വാർത്ത തന്നെ, ഭയങ്കര വിഷമം തോന്നിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഇന്നലെയൊക്കെ കേൾക്കാൻ കഴിഞ്ഞത്. എന്താ പറയുക, വെറും 19 വയസ്സുള്ള ഒരു മോള് തൂങ്ങി മരിച്ചു എന്നുള്ളൊരു ന്യൂസ്. നിറത്തിൻ്റെ പേരിലാണ്. ഇപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ, നിറം അതുപോലെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയും അവഹേളിക്കുന്ന ഇത്. കല്യാണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോകുന്ന സമയത്തൊന്നും ഈ നിറം കണ്ടില്ലേ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിറത്തിൻ്റെ പേരും അതും ഇതും പറഞ്ഞിട്ട് ഈ പെൺകുട്ടികളുടെ ഈ ലൈഫ് ഇങ്ങനെ ഇല്ലാതാക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്താണ് ലാഭം എന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് 20 ദിവസം ഒരുമിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവൻ ഗൾഫിലോട്ട് പോയതിന് ശേഷമാണ് ഇംഗ്ലീഷിൽ അവൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അതും വെറും 19 വയസ്സ് ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പഠിക്കാമല്ലോ, 19 വയസ്സല്ലേ ആയിട്ടുള്ളൂ. വീണ്ടും അവൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ്. പിന്നെ എനിക്കൊരു ഇത് പറയാനുള്ളത്, മുസ്ലിം സമൂഹത്തിൽ ഇപ്പോൾ പണ്ട് ഒരുപാടായിരുന്നു. 16, 17 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചു കൊടുക്കുക, 15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും. ഇപ്പോൾ 18 വയസ്സ് തികയാൻ വേണ്ടി കാത്തിരിക്കണം, അപ്പോഴേക്കും അങ്ങ് കല്യാണം കഴിച്ചു കൊടുക്കും. ആ പെൺകുട്ടികൾക്ക് പഠിക്കണമെന്നോ. ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെതായി പറയാലോ, ഞാനും ഒരു മുസ്ലിമാണ്. പക്ഷേ എന്നാലും 18 വയസ്സ് തികയുമ്പോഴേക്ക് എന്താ പറയുക, പെൺമക്കളെ തള്ളിവിടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അങ്ങനെ ആ ഒരു ഇതൊക്കെ മാറ്റണം. എന്താ പറയുക, പഠിക്കുന്ന മക്കളാണെങ്കിൽ പഠിക്കുക. അവർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പല ഉടായ്പകളും പറയും. ഞങ്ങൾ പഠിപ്പിക്കുക, കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ, അങ്ങനെ എന്നുള്ളത് പല ഇതും അവർ കല്യാണം കഴിക്കാൻ വേണ്ടി പറയും. പക്ഷേ അതിലൊന്നും വീഴരുത്. എന്താ ചോദിച്ചാൽ അവർ മോഹന വാഗ്ദാനങ്ങളും മാത്രമാണ്. ഒരിക്കലും പഠിപ്പിക്കുക എന്ന് പറഞ്ഞവർ ഭൂരിഭാഗം 100-ൽ 90% പേരും പഠിപ്പിക്കാൻ വിടില്ല. വീട്ടിൻ്റെ ഉള്ളിൽ തളച്ചിടാനേ പെൺകുട്ടികൾ നോക്കുകയുള്ളൂ. അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കാനും മാത്രം വേണ്ടിയുള്ള ഒരു അടിമയാക്കി മാറ്റുകയാണ് പല പെൺകുട്ടികളെയും. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, പലയിടത്തും അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ പെൺമക്കൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുക. എന്തിനാ അങ്ങനെ കല്യാണം എന്നുള്ളൊരു ഇത് എന്തിനാണ് മുന്നിൽ വെച്ചിട്ട് ആ പെൺമക്കളുടെ ഭാവി തൊലയ്ക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ എത്ര അന്വേഷിച്ചും എത്ര ഇതാക്കിയിട്ട് കല്യാണം കഴിച്ച് കൊടുത്താലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് പോയി അവിടെ താമസിക്കുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ അവരെങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. ഇപ്പോൾ വെറും 19 വയസ്സായ ഒരു മോൾക്ക് ഒരു കഷ്ണം കയറിൽ തൂങ്ങേണ്ടി വന്നു. അത്രയ്ക്കും ഒരു ഇതായിപ്പോയി ആ മോളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നുണ്ട്. എനിക്കും 2 പെൺമക്കളാണ്. നമുക്കിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ പെൺമക്കളുടെ ഇത് ഓർത്ത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇവനക്ക് അപ്പം തോന്നിയില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് കൂടെ താമസിച്ച് 20 ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ നിറത്തിൻ്റെ പേരിലും ഇതിൻ്റെ പേരിലൊക്കെ വീട്ടുകാരിങ്ങനെ ദ്രോഹിക്കുന്നത്. ഇവരെല്ലാം പോയി കണ്ട് എന്താണെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കല്യാണം കഴിയില്ലല്ലോ. എല്ലാവരും പോയി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ല കല്യാണം കഴിക്കുകയുള്ളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ പെൺകുട്ടികളുടെ ലൈഫ് വെച്ചിട്ട് ഇവരൊക്കെ പന്താടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വരുന്ന ജനറേഷൻ പെൺകുട്ടികൾക്ക് തന്നെ പേടിയാണ്. ഇപ്പോൾ കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്. എന്തിനാണ് കല്യാണം? ഇങ്ങനെ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ മൊത്തം ഈ ആത്മഹത്യ അത് ഇതെന്നുള്ള ഇതേ ഉള്ളൂ, കാണാനുള്ളൂ. ഭർത്തൃപീഡനം, അതുപോലെ അമ്മായിമ്മയുടെ പീഡനം, അങ്ങനെ ഇങ്ങനെ സ്വത്ത് തർക്കം, അത് ഇതെന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഇതായതുകൊണ്ട് ഇപ്പോഴുള്ള പെൺമക്കൾക്ക് തന്നെ പേടിയാണ്. അപ്പോൾ ആ മോളുടെ ആങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ കുട്ടി ഒരു 26 കുട്ടിയാണ്. അപ്പോൾ ഇവർക്ക് അറിയുന്നതാണ്, കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് വന്ന് അറേഞ്ച്ഡ് മാരേജ് വന്ന് നേരിൽ വന്ന് ഇഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് അറിയാം. 20 ദിവസം കൂടെ താമസിക്കുന്നത്. അതിന് ശേഷമാണ് അവർക്ക് കളറില്ലാന്ന് തോന്നിയത്. കുട്ടിക്ക് കളറില്ല, കളർ കുറവാണ്, കുട്ടി കറുപ്പാണ്. ഞാൻ +2 കണ്ട ഫോട്ടോ, നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു, അതിൽ നീ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു. ഇത് പിന്നെ കളറില്ല, പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല,
ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ. അപ്പം ഇതിനൊരു മറുപടി അല്ല, ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരുടെ അടുത്തില്ല. ഇവർ പറയുന്ന മറുപടി എന്താ വെച്ചാൽ ആകെ 20 ദിവസമായിട്ടുള്ളൂ, നിങ്ങൾ 20 ദിവസം കൂടെ താമസിച്ചിട്ടുള്ളൂ, നിങ്ങളെന്തിനാ അങ്ങനെ പിന്നെ പിന്നെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കല്യാണം കിട്ടൂലെന്ന്. ഷഹാൻ എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുത് കേട്ടോ ഭാവനോട് പറയണമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ വിഷമമുണ്ട്. ആ ബന്ധുക്കാരാണ് പറയുന്നത്, ആങ്ങളെയാണ് കൂടെ നിൽക്കുന്നത്, ആങ്ങളെന്നാണ് പറയുന്നത്. ആ മോൻ്റെ കരച്ചിൽ നോക്കാം, എന്താണ് ഭർത്താവിന് സ്നേഹത്തോടുകൂടി വാവേന്നാണ് വിളിക്കുന്നത്. അത്രയും ആ മോൾ അയാളെ സ്നേഹിച്ചു. എന്നിട്ട് എന്താണ് ഇവർ പറയുന്നുണ്ട്, കല്യാണം പെണ്ണ് കാണാൻ വരുമ്പോൾ അവർക്ക് കണ്ടില്ലായിരുന്നു, അപ്പോൾ എന്താണ് അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന ന്യായങ്ങളെന്ന് പറയാണ് വെറും 20 ദിവസമല്ലേ താമസിച്ചിട്ടുള്ളൂ. വെറും 20 ദിവസമാണെങ്കിലും 1 ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, സ്നേഹിക്കുന്ന നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആണിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും നമുക്ക് 20 ദിവസമാണെങ്കിലും 10 ദിവസമാണെങ്കിലും 1 ദിവസമാണെങ്കിലും നമുക്കതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് അത് പറിച്ച് കളയാൻ പറ്റില്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതല്ലെങ്കിൽ മറ്റൊന്നെന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും, അവർക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് സ്നേഹിക്കുന്നതാണെങ്കിൽ നമ്മൾ ചങ്ക് പറിച്ച് സ്നേഹിക്കുന്നു പറയില്ല, അതുപോലെയാണ് പെണ്ണുങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. പെട്ടെന്നൊന്നും നമുക്ക് നമ്മുടേന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിൽ നിന്ന് മാറാൻ കുറച്ച് താമസം തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊന്നും എല്ലാവരും പറയുമെങ്കിലും നീ ഇപ്പോൾ ഇത്രയല്ലേ താമസിച്ചുള്ളൂ, നീ അത് കളഞ്ഞേക്കെന്ന് പറയാൻ സിമ്പിളാണ്. പക്ഷെ പെണ്ണുങ്ങളുടെ മനസ്സ്, ആ മനസ്സിൽ ആ ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പതിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പറിച്ചു മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. അതെങ്ങനെ ഒരു ഇതാണെങ്കിലും എത്ര നമ്മളെ ദ്രോഹിച്ചാലും എത്ര നമ്മളെ വിഷമിപ്പിച്ച് കഴിഞ്ഞാലും നമ്മുടെ ആ മനസ്സിൽ ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതായിരിക്കും ആ ഷഹന എന്ന ആ മോൾക്കും ഉണ്ടായത്. വെറും 19 വയസ്സ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു ഇത് തന്നെയാണ്. എന്താ പറയുക, വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നിറത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ഒരു എന്താണ് മോളെ മരണത്തിന് തള്ളി കൊടുക്കുക എന്ന് പറയുമ്പോഴുള്ള ഒരു ഇത് ഇവനൊന്നും പുറം ലോകം കാണാൻ പാടില്ല. ഇവനെയൊക്കെ ശരിക്കും ഇതാക്കി കൊടുക്കാൻ വേണ്ടത്. ഇവർക്ക് അതിന് മുമ്പേ പറയാമായിരുന്നില്ല, ആ മോള് വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുമായിരുന്നില്ല, ആ മോളെ സ്നേഹിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വരുമായിരുന്നു, ആ കല്യാണം കഴിക്കാൻ വേറെ ആരെങ്കിലുമൊക്കെ വരുമായിരുന്നു. ഇപ്പം എന്താണ് കളറും അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് എന്താ പറയുക, ഒന്നും ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല, ഒന്നും ആവാത്ത ആ മോളെ മരണത്തിലേക്ക് തള്ളിവിട്ട് അവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവനെയൊക്കെ ശരിക്ക് എന്താണ് നിയമത്തിന് വിട്ടുകൊടുക്കല്ലേ വേണ്ടത്, ആ നാട്ടുകാർ ചേർന്ന് അടിച്ചു കൊല്ലുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ന്യൂസിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ, മീഡിയ വണ്ണിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. രാവിലെ 10 മണിയോട് കൂടിയാണ് 19 വയസ്സുകാരിയായ ഷഹാന മുംതാസിനെ ഷഹാനയുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. രാവിലെ എണീറ്റിരുന്നു, വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതിനുശേഷം മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഷഹാനയുടെ വിവാഹം കഴിയുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ്. 7 മാസം മാത്രമേ വിവാഹം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. ഭർത്താവ് ഇപ്പോൾ മൊറയൂർ സ്വദേശിയാണ്. ഭർത്താവ് അദ്ദേഹം ഉള്ളത് വിദേശത്താണ്. വിവാഹം കഴിഞ്ഞ ഉടൻ ആദ്യമൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. പിന്നീട് നിറത്തിന്റെ പേരിൽ അവഹേളിക്കുന്നുണ്ടായിരുന്നു ഷഹാനെ എന്നാണ് ഇപ്പോൾ കുടുംബം ആക്ഷേപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നിറം കുറവാണ് എന്ന് പറഞ്ഞ് നിരന്തരം ഈ പെൺകുട്ടിയെ അപമാനിച്ചു, അവഹേളിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്ന ആദ്യത്തെ കാര്യം. മറ്റൊന്ന്, ഈ മാതാവിന്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായി എന്ന് പറയുന്നു. ഇങ്ങനെ ഭർത്താവ് ആദ്യം നിറത്തിന്റെ പേരിൽ അപമാനിക്കുന്നു, ശേഷം ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് പ്രയാസമുണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ ഈ പെൺകുട്ടിയോടൊപ്പം ഈ ഭർത്തൃ വീട്ടിൽ ചെല്ലുകയും ഈ കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഭർത്തൃ മാതാവിന്റെ ഭാഗത്തു നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായി, കുറച്ച് ദിവസം മാത്രമല്ലേ ഒന്നിച്ച് നിന്നിട്ടുള്ളൂ, മറ്റൊരു വിവാഹം നിങ്ങളുടെ മകൾക്ക് ആലോചിക്കാമല്ലോ എന്ന തരത്തിൽ ഭർത്താവിന്റെ മാതാവ് സംസാരിച്ചുവെന്നും കുടുംബം പറയുകയാണ്. ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിലൊന്നും ഈ തരത്തിലുള്ള ഭർത്താവിന്റെ മോശം പെരുമാറ്റം വീട്ടിൽ അറിയിച്ചിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഈ പെൺകുട്ടി പഠിക്കുന്നത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലാണ്. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. മാത്തമാറ്റിക്സ് വിഷയമാണ് പഠിക്കുന്നത്. പഠനത്തിൽ മിടുക്കിയായ വിദ്യാർത്ഥി എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്നത് കണ്ട് അധ്യാപകർ അന്വേഷിച്ചപ്പോഴാണ് ഈ വിഷയങ്ങളെല്ലാം പുറത്ത് പറയുന്നതെന്ന് പറയുന്നു. മാത്രമല്ല, ഈ ഭർത്താവ് നിറത്തിന്റെ പേരിൽ അപമാനിക്കുകയും തന്നെ വെയിലത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൂടി, കൂടുതൽ നിറം ഇരുണ്ടു പോകും എന്നതുകൊണ്ട് വെയിലത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കൂടി പെൺകുട്ടിക്ക് കൊടുത്തിരുന്നു എന്ന് കൂടി കുടുംബം ആരോപിക്കുകയാണ്. അപ്പോൾ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ പുറത്തേക്ക് വിളിച്ചാലും ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ കുട്ടി മടിച്ചിരുന്നു എന്ന് കൂടിയാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. കോളേജിൽ അധ്യാപകരോട് ഇക്കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ പെൺകുട്ടി പറയാതിരിക്കാൻ കാരണങ്ങൾ ഉണ്ടാകാം, ഒരു പക്ഷേ അതൊക്കെ പറയാല്ലേ. ഇതാണ് പഠിച്ച് നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ മോളെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുക, അതിന്ന് ആ പഠിത്തത്തിൽ നിന്ന് തന്നെ എന്താണ് ഉഴപ്പുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നല്ലപോലെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പിന്നെ അതിൽ നിന്നെല്ലാം മാനസിക നില തന്നെ നമ്മുടെ തെറ്റുന്ന രീതിയായിരിക്കും. അതാണ് ഇപ്പോൾ ആ മോൾക്കും സംഭവിച്ചിരിക്കുന്നത്. എന്താ പറയുക, നിറം മങ്ങുമെന്ന് പറഞ്ഞിട്ട് വെയിലത്ത് പോകണ്ട, അങ്ങനെയൊക്കെ നിരന്തരം നമുക്ക് കേൾക്കേണ്ടി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ മാനസിക നില തന്നെ തെറ്റും. ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ ഒരു ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ കയറി ചെല്ലുന്ന വീട്, നമ്മളെ സ്നേഹിക്കാൻ ആളുണ്ടാവുക, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ആ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളത് നിരന്തരമായിട്ട് കേൾക്കേണ്ടി വരുമ്പോൾ നമ്മുടെ പഠിത്തമാണെങ്കിലും എന്താണെങ്കിലും അതിൽ നിന്ന് നമുക്ക് പിന്നെ നമുക്കത് എത്ര പഠിച്ചാലും നമുക്ക് തലയിലോട്ട് കയറില്ല. അതാണ് ആ മോൾക്ക് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് മാതാപിതാക്കളോടാണ് പറയാനുള്ളത്,
എന്നുള്ളത്. നമുക്ക് എത്ര ഇതാണെങ്കിലും നമ്മുടെ നിധികളാണ് നമ്മുടെ മക്കൾ, കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും. ആ മക്കൾ പഠിക്കുകയാണെങ്കിൽ അവരെ പഠിക്കാൻ വിടുക. ആ പഠിത്തത്തിനിടയിൽ കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ മക്കളുടെ പഠിപ്പ് പകുതി വഴിയിൽ നിർത്തിച്ച് ഇങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ മക്കൾ പഠിക്കുകയാണെങ്കിൽ പഠിച്ച് സ്വന്തം കാലിൽ നിർത്താൻ പ്രാപ്തരാക്കിയതിന് ശേഷം മാത്രം മക്കളെ വിവാഹത്തിലേക്ക് നയിക്കുക. അത് നമ്മളൊരു പെൺമക്കളാണ്, 2 മക്കളൊക്കെ ആണെങ്കിൽ പുറന്തള്ളുന്നത് പോലെ അവൻ നല്ല ആലോചനയാണ്, ഇപ്പോൾ എൻ്റെ മോള് കറുത്തതാണ്, പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ആ ഒരു ഇതൊക്കെ മാറ്റി നമുക്ക് കല്യാണം കഴിച്ചാൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ആ മക്കൾ എന്താ പറയുക, ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് തരണം ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ നാട്ടുകാരൊക്കെ പലതും പറയും, അതൊക്കെ നമുക്ക് ധൈര്യം കൊടുത്ത് നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് നിർത്തുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ആത്മഹത്യയിലേക്ക് ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് ആ മോളിങ്ങനെ പോവില്ലായിരുന്നു. നല്ലൊരു ഒരു മോള്, അത് എന്താ പറയുക, പാതി വഴിയിൽ ജീവൻ പൊലിയേണ്ടി വന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് സമാധാനം ഉണ്ടാകുക? നമ്മളുടെ കാരണത്താൽ നമ്മുടെ മക്കൾ ഇങ്ങനെ പോവേണ്ടി വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ പഠിക്കുന്ന മക്കളാണെങ്കിൽ പഠിപ്പിക്കുക, പഠിപ്പിച്ച് നല്ല ജോലിയാക്കി സ്വന്തം കാലിൽ നിർത്തി ആരെയും ഡിപ്പെൻഡ് നിൽക്കാതെയുള്ള ആ ഒരു ഇത് ആക്കി എടുക്കുക നമ്മുടെ മക്കളെ. എന്താ പറയുക, ഇങ്ങനെയുള്ള നാരദന്മാർക്ക് കല്യാണം കഴിച്ച് കൊടുക്കാതിരിക്കുക. നിറത്തിൻ്റെ പേരിലാണെങ്കിൽ നല്ലൊരിത് വന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവർ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ ഒരിക്കലും ഒരു പെണ്ണിനും അത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും ആ മോൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരുപാട് സങ്കടം തോന്നി ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ. ഇത്രയും നല്ല പഠിക്കുന്ന ഒരു മോൾക്ക് എവിടെയും എത്താൻ കഴിഞ്ഞില്ലല്ലോ, ആർക്കോ വേണ്ടിയിട്ട് ആ മോളുടെ സ്വന്തം ജീവൻ കളയേണ്ടി വന്നതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്തായാലും നമുക്ക് എല്ലാവർക്കും ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്രമാത്രം ഈ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.